മാതാപിതാക്കളുടെയോ മക്കളുടെയോ ജീവിത പങ്കാളിയുടെയോ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവകാശം മതവിശ്വാസത്തിനുള്ള മൗലിക അവകാശത്തിൻ്റെ ഭാഗമാണെന്ന് വിധിച്ച ഹൈക്കോടതി. മാതാപിതാക്കളുടെയോ മക്കളുടെയോ ജീവിത പങ്കാളിയുടെയോ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവകാശം മതവിശ്വാസത്തിനുള്ള മൗലിക അവകാശത്തിൻ്റെ ഭാഗമാണെന്ന് വിധിച്ച ഹൈക്കോടതി. മദ്രാസ് ഹൈക്കോടതി. ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളായ പിക്സലിൻ്റെയും ദിഗംതാരയുടെയും ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യം. ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളായ പിക്സലിൻ്റെയും ദിഗംതാരയുടെയും ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യം. ട്രാൻസ്പോർട്ടർ 12. ഈ പിക്സലെന്നും ദിഗംതാര എന്ന് പറയുന്നതും ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് കമ്പനികളാണ് കേട്ടോ. പിക്സലും ദിഗംതാരയും ബഹിരാകാശ സ്റ്റാർട്ടപ്പ് കമ്പനികളാണ്. ടെലകോം സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും പൗരന്മാരെ ശാക്തീകരിക്കുന്നതിനുമായി കേന്ദ്രം പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. ടെലകോം സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും പൗരന്മാരെ ശാക്തീകരിക്കുന്നതിനുമായി കേന്ദ്രം പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. സഞ്ചാർ സാത്തി. അൽ ഖാദിർ ട്രസ്റ്റ് അഴിമതി കേസിനെ തുടർന്ന് 14 വർഷം തടവ് ലഭിച്ച മുൻ പാക് പ്രധാനമന്ത്രി. അൽ ഖാദിർ ട്രസ്റ്റ് അഴിമതി കേസിനെ തുടർന്ന് 14 വർഷം തടവ് ലഭിച്ച മുൻ പാക് പ്രധാനമന്ത്രി ആരാണ്? ഇമ്രാൻഖാനാണ് മുൻ പാക് പ്രധാനമന്ത്രി. ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ആരാണ്? ഷെഹബാസ് ഷെരീഫ്. മുഹമ്മദ് ഷെഹബാസ് ഷെരീഫാണ് ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി. ഇനി പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റ് ആരാണ്? ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ആസിഫ് അലി സർദാരി അല്ലേ? ആസിഫ് അലി സർദാരിയാണ് ഇപ്പോഴത്തെ പ്രസിഡൻ്റ്. ആസിഫ് അലി സർദാരി പ്രസിഡൻ്റ്. ഷെഹബാസ് ഷെരീഫ് ആരാണ്? പ്രധാനമന്ത്രിയാണ് ഷെഹബാസ് ഷെരീഫ്. 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരം നേടിയത്. 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരം നേടിയത് ആരാണ്? കെ അരവിന്ദാക്ഷൻ. അദ്ദേഹത്തിൻ്റെ ഗോപ എന്ന നോവലിനാണ് ഓടക്കുഴൽ പുരസ്കാരം. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത്. ഇനി 2023 ആർക്കാണ് ലഭിച്ചത്? PN ഗോപികൃഷ്ണനാണ് 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. 2022 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് അംബികാസുധൻ മങ്ങാട്. അദ്ദേഹത്തിൻ്റെ പ്രാണവായു എന്ന നോവലിനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. 2021 സാറ ജോസഫിൻ്റെ ബുദ്ധിനി എന്ന നോവലിനും ലഭിച്ചു. 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരം നേടിയത് കെ അരവിന്ദാക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ ഗോപ എന്ന നോവലിനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കാനുള്ള കുടുംബശ്രീ പദ്ധതി. വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കാനുള്ള കുടുംബശ്രീ പദ്ധതി. വേനൽ മധുരം. സമൂഹത്തിലെ കുഷ്ഠരോഗബാധിതരെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയമാക്കി രോഗനിർമ്മാർജ്ജനത്തിനുള്ള കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിൻ. സമൂഹത്തിലെ കുഷ്ഠരോഗബാധിതരെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയമാക്കി രോഗനിർമ്മാർജ്ജനത്തിനുള്ള കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിൻ. അശ്വമേധം.
2024 ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം. 2024 ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളം. ഗ്രാമപ്രദേശങ്ങളിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്വത്തിൻ്റെ വ്യക്തമായ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി. ഗ്രാമപ്രദേശങ്ങളിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്വത്തിൻ്റെ വ്യക്തമായ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി. സ്വാമിത്വ. സ്വാമിത്വ ഫുൾ ഫോം നോക്കാം. സർവേ ഓഫ് വില്ലേജസ് ആൻഡ് മാപ്പിംഗ്. Villages and mapping with improvised technology in village areas. Survey of villages and mapping with improvised technology in village areas. അതാണ് സ്വാമിത്വ. സർവേ ഓഫ് വില്ലേജസ് ആൻഡ് മാപ്പിംഗ് വിത്ത് ഇംപ്രൊവൈസ്ഡ് ടെക്നോളജി ഇൻ വില്ലേജ് ഏരിയാസ്. ചന്ദ്രോപരിതലത്തിൽ മണ്ണിൻ്റെ സാമ്പിളുകൾ ശേഖരിക്കുന്നതിനായി നാസ വിക്ഷേപിച്ച വാക്വം ക്ലീനർ. ചന്ദ്രോപരിതലത്തിൽ മണ്ണിൻ്റെ സാമ്പിളുകൾ ശേഖരിക്കുന്നതിനായി നാസ വിക്ഷേപിച്ച വാക്വം ക്ലീനർ. ലൂണാർ പ്ലാനറ്റ് വാക്ക് LPV. ലൂണാർ പ്ലാനറ്റ് വാക്ക്. പ്രഥമ ഖോ-ഖോ പുരുഷ ലോകകപ്പ് 2025 ജേതാക്കളായത്. പ്രഥമ ഖോ-ഖോ പുരുഷ ലോകകപ്പ് 2025 ജേതാക്കളായത് ഇന്ത്യ. കേരളത്തിൻ്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം. കേരളത്തിൻ്റെ ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനം കവചം. കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ്. മാനേജ്മെൻറ്റ് സിസ്റ്റം. കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം കവചം. കേരളത്തിൻ്റെ ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനം അറിയപ്പെടുന്ന പേരെന്താണ്? കവചം എന്നാണ്. ഒരു പരമ രഹസ്യത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്ന പുസ്തകം രചിച്ചത്. ഒരു പരമ രഹസ്യത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്ന പുസ്തകം രചിച്ചത് സാറ ജോസഫ്. ഒരു പരമ രഹസ്യത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്ന പുസ്തകം രചിച്ചത് സാറ ജോസഫ്. 2023-24 സാമ്പത്തിക വർഷത്തിലെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. 2023-24 സാമ്പത്തിക വർഷത്തിലെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ് ഒന്നാം സ്ഥാനം. രണ്ടാം സ്ഥാനം ആർക്കാണ്? വിയറ്റ്നാമിനാണ് രണ്ടാം സ്ഥാനം വിയറ്റ്നാമിനാണ്. മൂന്നാം സ്ഥാനം ആർക്കാണ്? കൊളംബിയ. ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? ഇന്ത്യ 7ാം സ്ഥാനത്താണ്. ലോകത്ത് കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 7ആണ്. ഒന്നാം സ്ഥാനം ആർക്കാണ്? ബ്രസീൽ. ഇന്ത്യയിലെ ആദ്യത്തെ പറക്കുന്ന ടാക്സി പ്രോട്ടോടൈപ്പ്. ഇന്ത്യയിലെ ആദ്യത്തെ പറക്കുന്ന ടാക്സി പ്രോട്ടോടൈപ്പ് ശൂന്യ. സ്വർണവും വിലയേറിയ രത്നങ്ങളും കൊണ്ടുപോകാൻ വേ ബിൽ നിർബന്ധമാക്കിയ സംസ്ഥാനം. സ്വർണവും വിലയേറിയ രത്നങ്ങളും കൊണ്ടുപോകാൻ വേ ബിൽ നിർബന്ധമാക്കിയ സംസ്ഥാനം കേരളം.
രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്? രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ മങ്കാർ എന്ന സ്ഥലത്താണ്. മങ്കാർ എന്ന സ്ഥലത്താണ് രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം. മഹാരാഷ്ട്ര മങ്കാർ എന്ന സ്ഥലത്ത്. 2025 ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം നേടിയ മലയാളി. 2025 ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം നേടിയ മലയാളി ജിതിൻ വിജയൻ. ഭൂരഹിതരായ കർഷക തൊഴിലാളികൾക്ക് പ്രതിവർഷം 10,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? ഭൂരഹിതരായ കർഷക തൊഴിലാളികൾക്ക് പ്രതിവർഷം 10,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? ഛത്തീസ്ഗഡ്. 8ാമത്തെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ അതിഥി രാജ്യം? 8ാമത്തെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ അതിഥി രാജ്യം ഏതായിരുന്നു? ഫ്രാൻസ് ആണ്. ഫ്രാൻസ്. 2025 8ാമത്തെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ അതിഥി രാജ്യമായത് ഏതായിരുന്നു? ഫ്രാൻസ് ആണ്. ഇനി 2024 7th കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ അതിഥി രാജ്യം ഏതായിരുന്നു? തുർക്കി. 2025 ജനുവരിയിൽ 75ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ? 2025 ജനുവരിയിൽ 75ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ? ഡോക്ടർ പൽപു. സത്യേന്ദ്രനാഥ് ബോസ് ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി നിലവിൽ വന്നത്? സത്യേന്ദ്രനാഥ് ബോസ് ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി നിലവിൽ വന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. ഇന്ത്യയിലെ 6ാമത്തെ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററിയാണ് സത്യേന്ദ്രനാഥ് ബോസ് ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി. ഇത് നിലവിൽ വന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാൾ. ഇൻസ്റ്റാഗ്രാം അവതരിപ്പിക്കുന്ന പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ? ഇൻസ്റ്റാഗ്രാം അവതരിപ്പിക്കുന്ന പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ എഡിറ്റ്സ് ആണ് ഇൻസ്റ്റാഗ്രാം അവതരിപ്പിക്കുന്ന പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ. വീട്ടിലെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ജോലികൾ മുതൽ രോഗീ പരിചരണത്തിനും പ്രസവ ശുശ്രൂഷയ്ക്കും വരെ പരിശീലനം സിദ്ധിച്ച സ്ത്രീകളെ ലഭ്യമാക്കുന്ന സഹകരണ വകുപ്പിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ. വീട്ടിലെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ജോലികൾ മുതൽ രോഗീ പരിചരണത്തിനും പ്രസവ ശുശ്രൂഷയ്ക്കും വരെ പരിശീലനം സിദ്ധിച്ച സ്ത്രീകളെ ലഭ്യമാക്കുന്ന സഹകരണ വകുപ്പിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനാണ് സഖി ആപ്പ്. വന്ദേ ഭാരതിൻ്റെ അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റായ ആദ്യ ട്രൈബൽ വനിത? ഋതിക ടിർക്കി. ഗാസയിലെ ജനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുന്നതിനായി UAE ആരംഭിച്ച പദ്ധതി? ഗാസയിലെ ജനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുന്നതിനായി UAE ആരംഭിച്ച പദ്ധതി? ഓപ്പറേഷൻ ഷിവൽറസ് നൈറ്റ് 3. ഓപ്പറേഷൻ ഷിവൽറസ് നൈറ്റ് 3. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരള ടീമിൻ്റെ പതാക ഏന്തുന്നത്? 38ാമത് ദേശീയ ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരള ടീമിൻ്റെ പതാക ഏന്തുന്നത്? PS ജീന. 38ാമത് ദേശീയ ഗെയിംസ് എവിടെയാണ് നടക്കുന്നത്? ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലാണ് 38ാമത്തെ ദേശീയ ഗെയിംസ് നടക്കുന്നത്. 2025 ദേശീയ ഗെയിംസ് നടക്കുന്നത് ഉത്തരാഖണ്ഡിലാണ്. 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ക്ഷണം കിട്ടിയ ആദിവാസി രാജാവ്?
2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ക്ഷണം കിട്ടിയ ആദിവാസി രാജാവ് ആരായിരുന്നു? രാമൻ രാജമന്നൻ. മന്നാൻ സമൂഹത്തിലെ രാജാവാണ് ഈ രാമൻ രാജമന്നൻ. ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടിയാണ് 76ാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലെത്തിയത്. രാമൻ രാജമന്നൻ. മന്നൻ സമൂഹത്തിലെ രാജാവാണ് ഈ രാമൻ രാജമന്നൻ. അല്ലെ, ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു രാജാവാണ് രാമൻ രാജമന്നൻ. ഇദ്ദേഹം കേരളത്തിൽ നിന്നാണ്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 കുറയ്ക്കുന്ന ഭേദഗതിക്ക് പാർലമെൻറ്റ് അംഗീകാരം നൽകിയ രാജ്യം. പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 കുറയ്ക്കുന്ന ഭേദഗതിക്ക് പാർലമെൻറ്റ് അംഗീകാരം നൽകിയ രാജ്യം. ഏത് രാജ്യമാണ്? ഇറാഖാണ്. ഇറാഖ്. നോക്കൂ, പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 വയസ്സേ വിവാഹപ്രായമാക്കിയിട്ട് മാറ്റിയത് കുറയ്ക്കുന്ന ഭേദഗതിയാണ്. പാർലമെൻറ്റ് അംഗീകാരം നൽകിയ രാജ്യം. നോക്കൂ, ആ പാർലമെൻറ്റിലിരിക്കുന്ന വ്യക്തികളുടെ അറിവും പ്രാപ്തിയും എത്രത്തോളം ഉണ്ടെന്ന്, അല്ലേ? 9 വയസ്സുള്ള കുട്ടിക്ക് പോലും വിവാഹപ്രായമായി എന്ന് പറയുന്ന ഒരു പാർലമെൻറ്റാണ് ആ രാജ്യത്ത് നിലനിൽക്കുന്നത്. എവറസ്റ്റിലെ മലിനീകരണ പ്രശ്നം പരിഹരിക്കുന്നതിനായി എവറസ്റ്റിലേക്കുള്ള പെർമിറ്റ് ഫീസ് കൂട്ടിയ രാജ്യം. എവറസ്റ്റിലെ മലിനീകരണ പ്രശ്നം പരിഹരിക്കുന്നതിനായി എവറസ്റ്റിലേക്കുള്ള പെർമിറ്റ് ഫീസ് കൂട്ടിയ രാജ്യം ഏതാണ്? നേപ്പാളാണ്. അല്ലേ, നേപ്പാൾ.